നമസ്കാരം. ഇന്ന് നമുക്ക് കുർത്തയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ നെക്ക് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് സ്കെയിലിന് പകരം ഞാനിവിടെ ഒരു നെറ്റ് എടുത്തിട്ടാണ് ഡോട്ട് ഇട്ട് അടയാളപ്പെടുത്തുന്നത്. അതായത് ഈക്വലായിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെറ്റാണ് കേട്ടോ. അതിലിങ്ങനെ ഇതുപോലെ അതിൻ്റെ ഗ്യാപ്പ് നോക്കി നോക്കി കറക്റ്റായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് വയ്ക്കുക ആദ്യം. നെറ്റില്ലെങ്കിൽ സ്കെയിൽ കൊണ്ട് അടയാളപ്പെടുത്താം. ഓക്കെ, ഞാൻ നെറ്റ് ആവുമ്പോൾ കറക്റ്റ് നമുക്ക് ഇതുപോലെ ഒരേ അകലത്തിൽ ഡോട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരേ അകലത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ചുരിദാറിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മൊത്തം കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ മൊത്തം ഈ വർക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ചെയ്യുന്നത് ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിൽ മൊത്തം അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെയ്യണില്ല. ആ ഹോള് ഇട്ടിട്ടുണ്ടല്ലോ, ഡോട്ട് ഇട്ടിട്ട് അത് കൂടെയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവർക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഒക്കെ ചെയ്യാം കേട്ടോ. ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അത് അടുപ്പിച്ചിട്ടാണ്. ഡിറ്റാച്ച്ഡ് പറയുമ്പോൾ വിട്ടിട്ടാണ്. അത്ര വ്യത്യാസമല്ലോ കേട്ടോ. പിന്നെ നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ച് ഉണ്ടല്ലോ, ഏകദേശം അത് തന്നെയാണ് ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച്. മനസ്സിലായോ? ആ ഡോട്ട് കൂടെ മാത്രം ചെയ്യാം കേട്ടോ. അടുത്തതും ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷെ ഇത് ബാക്കിലേക്കാണ് ചെയ്യേണ്ടതെന്ന് മാത്രം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 3 ഡോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യുമ്പോൾ അതൊരു ഡിസൈനായിട്ട് മാറുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? 3 ഡോട്ട് കൂടെ ചെയ്യുക. ആദ്യം ഒരു ഡോട്ട് കൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നു, പിന്നെ അതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 2 ലൈനും കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫ്ലൈ സ്റ്റിച്ച്. സാധാരണ ഫ്ലൈ സ്റ്റിച്ച് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ഇടുന്നതാണ് ഫ്ലൈ സ്റ്റിച്ച്. പക്ഷെ ഞാനിതൊരു ഡിസൈനിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ 3 റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ഇടുകയാണ്. അപ്പോൾ അതൊരു ഡിസൈനായല്ലോ. അങ്ങനെ കേട്ടോ, ശ്രദ്ധിക്കുക. നമ്മുടെ പണ്ട് പഠിച്ച ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒക്കെ നൂലുകൾ വ്യത്യസ്ത കളറിലെടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഒരേ കളറിൽ എടുത്താലാണ് കൂടുതൽ ഇഷ്ടം വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നൂലൊക്കെ 6.5 നൂലാണ്. സൂചി വന്നിട്ട് ഇത്തിരി വലുത് എടുത്തോളൂ, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മുമ്പേ പഠിച്ച വീറ്റിയർ സ്റ്റിച്ചാണ്. ഇത് ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഒരു ചെറിയ വേർഷൻ, പകുതി ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ്. ബാക്കി അതിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് പോലെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ അത് വീറ്റിയർ സ്റ്റിച്ച് പറയും. ഇനി നമ്മൾ അടുത്തത് പിസ്റ്റൽ സ്റ്റിച്ചാണ്. ഫ്രഞ്ച് നോട്ട് നീളത്തിൽ ദൂരേക്ക് കൊത്തി കൊടുക്കുക, അതാണ് പിസ്റ്റൽ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ അറിയുന്ന കുറേ ബേസിക് സ്റ്റിച്ചുകൾ നമ്മൾ ഉറച്ച് പഠിക്കുക കേട്ടോ. ബേസിക് സ്റ്റിച്ച് ഉറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇതിനെ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ സ്റ്റിച്ചുകളൊക്കെ ബേസിക്കായിട്ട് പഠിക്കണം എന്ന് പറയണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഫെദർ സ്റ്റിച്ചാണ്. ഫെദർ സ്റ്റിച്ച് നമ്മളെപ്പോഴും 3 ലൈൻ വരച്ചിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഒരൊറ്റ ലൈൻ വരച്ചിട്ടാണ് ചെയ്യണത്. ഓക്കെ, നടുവിൽ ആ ഡോട്ട് ഇട്ടയിലേക്ക് സൂചി ഇറക്കിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യണത് കേട്ടോ. ഫെദർ സ്റ്റിച്ച് മറ്റെല്ലാ സ്റ്റിച്ചുകളിൽ നിന്നും ഫെദർ സ്റ്റിച്ചിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ.
അടുത്തതൊരു പ്ലസ് സ്റ്റിച്ചാട്ടോ. എപ്പോഴും ഒരേ സൈഡിൽ നിന്ന് എടുക്കുക, എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് എടുക്കുക. വലിയ ഡിഫിക്കൽട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അത് പറഞ്ഞല്ലോ, ഇത് കുർത്തയുടെ ചുരിദാറിൻ്റെ ഒക്കെ ഫ്രണ്ട് പോർഷനിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. മനോഹരമായിരിക്കും കേട്ടോ. നൂല് നല്ല ആങ്കറിൻ്റെ നൂല് ഉപയോഗിക്കുക മാക്സിമം. അപ്പോൾ കളർ ഇളകില്ല. അപ്പോൾ നമ്മൾ ഈ വെളുത്ത തുണിയിലൊക്കെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ വില കുറഞ്ഞ നൂല് ഉപയോഗിക്കരുത്. ആങ്കറാകുമ്പോൾ കളർ പോവില്ല. അപ്പോൾ അങ്ങനത്തെ നൂല് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അടിയിൽ കൂടെ ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ഡിസൈൻ ഫിൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായൊരു ഡിസൈനാണ് ഫ്ലൈ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് കൂടുതൽ ചെയ്തു. നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് അടുത്തടുത്തായിട്ട് ചെയ്യുന്നു, അത്ര കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഒരൊറ്റ ഡിസൈനിൽ 2 രീതിയിൽ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഡിറ്റാച്ച്ഡ് ഫ്ലൈ സ്റ്റിച്ചാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലെ ഡിറ്റാച്ച്ഡ് ഫ്ലൈ സ്റ്റിച്ച്. ഓക്കെ, അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് സൂചി ഇറക്കുന്നത് വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്